السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മള് കഴിഞ്ഞ ആഴ്ച മാതാപിതാക്കളോടുള്ള കടമയെ വിവിധ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആന് മനുഷ്യൻ അവന്റെ സൃഷ്ടാവിന് കീഴ്പ്പെടേണ്ടതിന്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവന് ഈ ഭൂമിയിലേക്കുള്ള വരവിന് കാരണക്കാരായ മാതാപിതാക്കളോട് ഏതു വിധേന വർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹു എങ്ങനെയൊക്കെയാണ് വിശദീകരിക്കുന്നത്, അതിൻ്റെ താല്പര്യം അള്ളാഹു അതിലൂടെ മനുഷ്യരിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറിയ വാക്കിലൂടെ വിശദീകരിച്ചു പോയി. അപ്പൊ മനുഷ്യൻ അവന്റെ ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് പുലർത്തേണ്ട കടപ്പാടുകൾ അത് അവന്റെ കഴിവിനപ്പുറം നിന്നുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു ഇഹ്സാന് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ കടപ്പാടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. 5 ആയത്തുകളില് ഇഹ്സാൻ എന്ന വാക്കും ഒരു ആയത്തില് ഹുസ്നൻ എന്ന മുബാലഗത്തിന്റെ ഒരു പൂർണാർത്ഥത്തെ പ്രകടിപ്പിക്കുന്ന പ്രയോഗവും, എന്നാൽ സൂറത്ത് ലുഖ്മാനില് ഈ 2 പ്രയോഗവും ഇല്ലാതെ ശുക്രുമായി ബന്ധപ്പെട്ടും അള്ളാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകുകയുണ്ടായി. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. നീ നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് നന്ദി കാണിക്കണം, എന്നോട് നന്ദി കാണിക്കണം, നിന്റെ മടക്കം എന്നിലേക്കാണ്. എന്തിനാണ് ഇവിടെ ഇലയൽ മസീർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത്? നമ്മള് കഴിഞ്ഞ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവസാന സമയം കുറച്ച് പറഞ്ഞു പോയി. അതായത് എല്ലായിടങ്ങളിലും അള്ളാഹു ആഖിറത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യനിൽ നിന്നും ഭൂമിയിൽ സുഹൃതം അള്ളാഹു ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആഖിറം ബോധ്യപ്പെടാതെ പോകുമ്പോഴാണ് മനുഷ്യന് ജീവിതം ഇവിടെ മാത്രമാണെന്നും ഇതിനപ്പുറം ഇനിയൊരു ജീവിതമില്ല എന്നും ഇവിടെ തനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഇച്ഛിക്കുന്നത് പോലെ പ്രവർത്തിക്കാമെന്നെല്ലാമുള്ള തെറ്റായ ചിന്തയും ധാരണയും മനുഷ്യന് രൂപപ്പെടുന്നത്. ലോകത്ത് അമ്പിയാക്കന്മാര് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ലോകത്ത് അമ്പിയാക്കന്മാരാരും തന്നെ അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നവരല്ല. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, സ്രഷ്ടാവുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നവരല്ല. അത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ ബോധമാണ്. മനുഷ്യരിൽ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ഫിത്രത്തിൽ, അവന്റെ പ്രകൃതത്തിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന പ്രകൃതി ബോധമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നുള്ളത്. എന്നാൽ മനുഷ്യന് ആ ശക്തിയുടെ മഹത്വത്തെ, അളമത്തിനെ ബോധ്യപ്പെടാതെ പോകുമ്പോഴാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും ബഹുദൈവാരാധനയിലേക്ക് മാറിപ്പോകുന്നത്. അവിടെ പ്രവാചകന്മാർ വരികയും
മനുഷ്യരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രപഞ്ചത്തിലേക്ക് ചൂണ്ടി അവനിലേക്ക് തന്നെ ചൂണ്ടി പ്രവാചകന്മാർ മനുഷ്യരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവൻ സ്വയം സമ്മതിക്കുന്ന, ഏറ്റുപറയുന്ന അവന്റെ സ്രഷ്ടാവിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു, അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അളമത്തില് അനിഷേധ്യമായ ഏറ്റവും വലിയ ഇടപെടൽ മരണാനന്തര ജീവിതമാണ് എന്ന വസ്തുതയും അവര് ഗാഠമായി മനുഷ്യ കുടുംബത്തെ പഠിപ്പിച്ചു. എന്നാൽ എല്ലാ കാലത്തും മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ നിഷേധിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യുന്നവനാണ്. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവൻ തന്നെ, ദൈവം ഉണ്ട് എന്ന് പറയുന്നവൻ തന്നെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് അവന്റെ ആ ഉറച്ച ആ ബോധത്തെ സൂറത്ത് നഹ്ലിൽ നമ്മൾ കണ്ണോടിച്ചു പോകുമ്പോൾ അതിനെ ഗൗരവതരേനെ ബോധ്യപ്പെടുത്തുന്നത് കാണാൻ പറ്റും. വഅഖ്സമൂ ബില്ലാഹി ജഹദ ഐമാനി, അവര് ആണയിട്ട് പറയുന്നു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ചോരെ അള്ളാഹു ജീവിപ്പിക്കൂല. ബലാ വഅദൻ അലൈഹി ഹഖ്ഖ, എന്നാൽ അങ്ങനല്ല, അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി ബലാ വഅദൻ അലൈഹി ഹഖ്ഖ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും അറിവില്ലാത്തവരാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് ഹൃദിസ്ഥമാക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്ന് മാത്രമല്ല. നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള, അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല ബോധ്യം മനുഷ്യനുണ്ടാവണം. അറിവിന്റെ ആ മൂർത്തമായ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്തവരാണ് ലോകത്ത് കടന്നുപോയ അമ്പിയാക്കന്മാർ. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞ സത്യത്തെ ഇവിടെ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് മനുഷ്യർ സംസാരിക്കുന്നത്? ആരെങ്കിലും മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ടോ? പ്രവാചകന്മാരല്ലാതെ. അപ്പോ മനുഷ്യരിൽ ഭൂരിപക്ഷവും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി വലിയഅലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ. നാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അത് നിഷേധിച്ച് തള്ളിയ, അതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നാം അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിൽ അഭിപ്രായ ഭിന്നതയിലായി പോയ മനുഷ്യർക്ക് നാം അത് നന്നായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, വലിയ അലമല്ലദീന കഫറു, അത് നിഷേധിച്ച ആളുകൾ തിരിച്ചറിയാനും, അന്നഹും കാനൂ കാദിബീൻ, അവർ കള്ളമാണ് പറഞ്ഞിരുന്നത് എന്ന് അവർക്ക് തെര്യപ്പെടുത്തി കൊടുക്കാനും നാം ആ ലോകത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. നാം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നമ്മുടെ വചനം പുറപ്പെടേണ്ട താമസം, അത് കുൻ എന്ന് ഉണ്ടാവേണ്ട താമസം എല്ലാം ഉണ്ടായിത്തീരുന്നു. സൂറത്ത് നഹ്ലിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ ഖുർആനെ കുറിച്ച് പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു വെള്ളം ഇറക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പം ചിന്തിക്കും, എന്താണ് ഇപ്പൊ ഖുർആന്റെ അവതരണവും മഴയുടെ വർഷവും എന്താണ് ബന്ധം എന്നെല്ലാം ചിന്തിക്കും. وما أنزلنا عليك الكتاب إلا لتبين لهم الذي يختلفون فيه وما أنزلنا عليك الكتاب لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون. അല്ലേ? സൂറത്തുൽ നഹ്ലിലെ
64-ാമത്തെ ഒരായത്ത്. അതിനുശേഷം അള്ളാഹു പിന്നീട് വല്ലാഹു അൻസല മിനസ്സമാഇ മാഅൻ എന്ന് പറയുന്നുണ്ട്. വല്ലാഹു അൻസല മിനസ്സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. എന്താണ് ഖുർആനും വെള്ളവും തമ്മിൽ എന്താ ബന്ധം? ഖുർആൻ അതുപോലെ തന്നെ വെള്ളം. നമ്മള് ചില ഉസൂലല്ല നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ ഈ ക്ലാസിന്റെ ഇടയിൽ നിങ്ങൾ ഓർത്തു പോകുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ ഖുർആനു വസ്ലുൻ വലാ വഖഫുൻ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വസ്ലാണ്. അത് ഒരായത്ത് മറ്റൊരായത്തുമായി, അതുപോലെ തന്നെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായി, അതിന്റെ അന്ത്യവും അതിന്റെ തുടക്കവും എല്ലാം തന്നെ അഗാധമായി ആശയങ്ങളെ കൊണ്ടും അർത്ഥം കൊണ്ടും ആശയം കൊണ്ടും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അൽ ഖുർആൻ വസ്ലുൻ വലാ വഖഫുൻ. അത് വസ്ലാണ്, അത് ചേർന്ന് നിൽക്കുന്നതാണ്. അത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട ഒന്നല്ല. എല്ലാ ആയത്തും മറ്റേ ആയത്തുമായിട്ട് അഗാധമായിട്ട് ബന്ധമുണ്ട്. ആശയം കൊണ്ടും ഘടന കൊണ്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഈ ആയത്തിലേക്ക് നോക്കിയാൽ മനുഷ്യർ അഭിപ്രായ ഭിന്നതയിലായ വിഷയങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു ഈ വേദത്തെ അവതരിപ്പിച്ചു. നീ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നാം ഈ വേദത്തെ അവതരിപ്പിച്ചു. വഹുദം വറഹ്മത്തൻ, അത് മാർഗദർശനമായി കാരുണ്യമായി, ലിഖൗമി യുഅ്മിനൂൻ, അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കുന്നവർക്ക് വെളിച്ചമായും കാരുണ്യമായും നാം അതിനെ അവതരിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ് വല്ലാഹു അൻസല മിനസ്സമാഇ മാഅൻ, അള്ളാഹു വാനലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ അത് നിർജീവമായതിനു ശേഷം നാം ആ മഴയിലൂടെ അതിനെ ജീവിപ്പിച്ചു. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ, ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ രണ്ടായത്തിന് തമ്മിൽ എന്താണ് ബന്ധം? വെള്ളവും ഖുർആനും തമ്മിൽ എന്താണ് ബന്ധം? അഗാധമായ ബന്ധമുണ്ട്. മനുഷ്യന് പൊതുവെ നാം ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ നിഷേധിക്കുന്നത് ഏറ്റവും ഭീകരമായ രൂപത്തിൽ മനുഷ്യൻ നിഷേധിക്കുന്നത് മരണാനന്തര ജീവിതത്തെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ വായ കൊണ്ട് മരണാനന്തര ജീവിതം ഉണ്ടെന്ന് പറയുന്നവരാണ്, കർമ്മം കൊണ്ട് അത് നിഷേധിക്കുന്നവരാണ്. നമ്മുടെ വാക്കിലേക്ക്, പ്രവൃത്തിയിലേക്ക്, നമ്മുടെ സാമൂഹിക ഇടപെടലിലേക്ക് എല്ലാം നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ മനസ്സൊന്നും നമ്മുടെ കർമ്മം മറ്റൊന്നുമാണ്. സുജൂദ് ചെയ്താൽ മാത്രം നിനക്ക് സ്വർഗം ലഭിക്കൂല, ഹൃദയത്തിൽ ദൈവഭയം കൂടി ആവശ്യമാണെന്ന് ഇഖ്ബാൽ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ധാരാളം സുജൂദ് ചെയ്യുന്ന ആളുകളെ കാണും. അങ്ങനെ സുജൂദ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കൂല, ഹൃദയത്തിൽ ദൈവഭയം കൂടി വേണം കേട്ടോ എന്ന് ഒരു കവിതാശകലത്തിൽ ഇഖ്ബാൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കർമ്മത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിന് വിരുദ്ധമായി നമ്മുടെ കർമ്മങ്ങൾ അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാണാൻ പറ്റും. അപ്പോ നമ്മളും സ്വയം ആ സത്യത്തെക്കുറിച്ച്, ആ ലോകത്തെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അതിനെക്കുറിച്ച് നല്ല അറിവ് നമുക്കുണ്ടാവണം. ദിനേനെ നിത്യേനെ ആ മടക്കത്തെക്കുറിച്ചുള്ള ചിന്തയും
ഓർക്കലും സ്മരിക്കലും അതിനെക്കുറിച്ച് മക്കളോടും ഭാര്യമാരോടും നിരന്തരം പറയലുണ്ടായിരിക്കണം. സൂറത്ത് ലുക്മാനിലും ഇവിടെയെല്ലാം തന്നെ ഈ ആയത്തില് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ആയത്തിന്റെ കൂടെ മഴയെ അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. മഴ തന്നെ റഹ്മത്താണ്, അത് ബുഷ്റയാണെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട് അല്ലേ? സൂറത്ത് നഹൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. മഴയ്ക്ക് മുന്നോടിയായി കാറ്റിനെ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വൃത്താന്തമായി അള്ളാഹു കൊണ്ടുവരുന്നു. മഴ എങ്ങനെയാണോ നിങ്ങൾക്ക് സന്തോഷം പകരുന്നത്, അതുപോലെ ഈ ഖുർആൻ നിങ്ങൾക്ക് സന്തോഷം പകരും. മഴ എങ്ങനെയാണോ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവസുറ്റതാക്കുന്നത്, മണ്ണിനടിയിലുള്ള നിങ്ങളുടെ നെറ്റനേത്രം കൊണ്ട് കാണാൻ പോലും കഴിയാത്ത വിത്തുകളെ എങ്ങനെയാണോ മഴ മുളപ്പിക്കുന്നത്, അതിനെ ജീവസുറ്റതാക്കുന്നത്, അതിന് ജീവനും ജീവിതവുമെല്ലാം എങ്ങനെയാണോ പകരുന്നത്, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി നാം ഇറക്കുന്ന ഈ വേദമുണ്ടല്ലോ, അതും നിങ്ങൾക്ക് ജീവനും ജീവിതവും നിങ്ങൾക്ക് പകർന്നു നൽകും. മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ അത് ജീവിപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ നന്നായി സ്വീകരിച്ചാൽ, അത് നല്ല ഇടങ്ങളിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അവിടെ സുലഭമായി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം മുളച്ചു പൊന്തും അല്ലേ? അതുപോലെ ഹൃദയത്തെ നന്നായി പാകപ്പെടുത്തിയാൽ അവിടെ നന്മയുടെ വിത്തുകൾ മുളച്ചു പൊന്തും. നിങ്ങൾ ജീവിക്കും, നിങ്ങളുടെ ഹൃദയം ജീവിക്കും. അതാണ് ആ ആയത്തും ഈ രണ്ടായത്തും തമ്മിലുള്ള ബന്ധം. മഴ എങ്ങനെയാണോ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുന്നത്, അതുപോലെ വിശുദ്ധ ഖുർആൻ നിങ്ങളെ ഹൃദയത്തെ ജീവിപ്പിക്കും. നിങ്ങളെ മരിച്ചു കിടക്കുന്ന എല്ലാ നല്ല ബോധങ്ങളെയും അത് ഉണർത്തി നിങ്ങളെ ജീവസുറ്റവനാക്കി അത് മാറ്റും. അതാണ് ഈ രണ്ടായത്തും തമ്മിലുള്ള ബന്ധം. അപ്പോ ഖുർആന് ഏറ്റവും അഗാധമായി പഠിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന വലിയ വിഷയാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് ആ സത്യം ബോധ്യപ്പെടുത്താനാണ് ഏറെ ശ്രമിച്ചത്. അതിനെക്കുറിച്ചാണ് നിരന്തരം പറഞ്ഞത്. അത് ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും അത് സ്മരിക്കുവാനുള്ള പ്രാർത്ഥനകളാണ് അവർ പഠിപ്പിച്ചത്. നമ്മൾ നോക്കിയാൽ മതി. നമ്മളിപ്പോ എഴുന്നേറ്റു അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാണ് എഴുന്നേറ്റത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. പടച്ചോനെ, മരണത്തിൽ നിന്ന്, ഉറക്കമെന്ന മരണത്തിൽ നിന്ന് എനിക്ക് പുതുജീവൻ നൽകിയ തമ്പുരാനെ, നിനക്കാണ് സ്തുതി, എന്റെ മടക്കം നിന്നിലേക്കാണ്. നീ ഇവിടുന്ന് ചാവി എടുത്ത് കുറച്ച് കഴിഞ്ഞ് കണ്ട് ഇറങ്ങുമ്പോൾ വണ്ടിയിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്, നമ്മുടെ നാഥനിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവരാണ് എന്ന് പറഞ്ഞ് ആ ഒരു ബോധത്തിലാണ് നമ്മൾ അത് എടുക്കുന്നത്. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മള് പ്രഭാത പ്രാർത്ഥനയില്ലേ, ധാരാളമായി മരണാനന്തര ജീവിതത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തുന്നവരാണ്. പ്രദോഷത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിരന്തരം ആ ചിന്ത നഷ്ടപ്പെടുന്നിടത്ത് ആണ് പലപ്പോഴും പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ നാം ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും ഇല്ലാതെ പോകുന്നത്. അപ്പോ മരണാനന്തര ജീവിതത്തെ ഏറ്റവും നന്നായി അള്ളാഹു ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പറയുമ്പോൾ അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ വ്യക്തിപരമാവട്ടെ കുടുംബപരമാവട്ടെ, അത്തരം വിഷയങ്ങൾക്കെല്ലാം കാരണം ഈ ഒരു ലോകത്തെ ബോധ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ
ഇന്ന് മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളപ്പെടുന്നതും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ അവരെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നതും അവരോട് ഏറ്റവും മോശമായി പെരുമാറുന്നതിന്റെ എല്ലാം തന്നെ അടിസ്ഥാന കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തതാണ്. അത് ബോധ്യപ്പെടാതെ പോകുന്നതാണ്. അപ്പോ എല്ലാ മാതാപിതാക്കളും സുരക്ഷിതരാകാൻ അവര് ജീവിതത്തിന്റെ അവസാന വേളയിൽ അവര് സന്തോഷമുള്ളവരായി സംതൃപ്തരായി ജീവിക്കാൻ അവരുടെ മക്കൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള നല്ല പാഠങ്ങൾ പകർന്നു നൽകണം. അത് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളത് പറഞ്ഞതാണ് ഒരു വേള. എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ശരീരം ദ്രവിച്ചു പോകും. ആ സ്വഹാബി പറയുന്നുണ്ട്, ഇതിലും ദ്രവിച്ചു പോകൂലേ, അപ്പൊ ഇതിനെങ്ങനെയാണ് ജീവിപ്പിക്കുക? അള്ളാഹിന്റെ റസൂല് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സതുബില, ഇത് ദ്രവിച്ചു പോകും, ഇല്ല അജബുദ്ദനബി, നിന്റെ ആദ്യ വിത്തൊഴിച്ച്. മരണം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ വിത്തിലേക്കുള്ള മടക്കാണ്. നമ്മൾ പലതവണ ഈ ക്ലാസ്സിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിക്കാനും നമ്മുടെ വിത്ത് ഉയർക്കൊള്ളാനും ശേഷം ഒരു മഴയുടെ വർഷം ആവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും പഠിപ്പിക്കുന്നുണ്ട്. വിത്തുകളെല്ലാം മുളച്ചു പൊന്താൻ മഴ ആവശ്യമായതുപോലെ മനുഷ്യ വിത്ത് മുളച്ചു പൊന്താലും അന്ന് ഒരു മഴ വർഷിക്കുമെന്ന് റസൂലുള്ളാഹി ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സയൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ ഫയബ്തുന കമാ യബ്തുൽ ബഖലു, വിത്തുകൾ മുളച്ചു പൊന്തുന്നത് പോലെ നിങ്ങളും ജടിയിടയിൽ മുളച്ചു പൊന്തുമെന്ന് അള്ളാഹിന്റെ റസൂല് ആ ഹദീസിൽ നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഓരോ അമ്മമാരും ഓരോ ഉമ്മമാരും രക്ഷപ്രാപിക്കാൻ, അവരുടെ അവസാന നിമിഷങ്ങളിൽ സന്തോഷവാന്മാരായി ജീവിക്കാൻ മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോ ഈ ആയത്തിൽ അള്ളാഹു നേരിട്ട് ഗൗരവതരേനെ ഈ വിഷയം ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു, ലുഖ്മാൻ തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുന്നതിനിടയിൽ ലുഖ്മാന്റെ സിയാക്കിലായി അള്ളാഹു പെടുന്നനെ കയറി ആ ഒരു മഹാലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യ അള്ളാഹുവിനോടുള്ള കടപ്പാടിനെ സമസൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മാതാവ് മക്കളോട് അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, അള്ളാഹു ആ കുഞ്ഞിനോട് ആ ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് അള്ളാഹുവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ സമാധാനമുള്ള സന്തോഷമുള്ള കുടുംബമായി മാറാൻ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന സത്യത്തെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളാൻ ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു ഇലയ്യൽ മസീർ എന്ന ഒരു വാക്കിലൂടെ ആ ഒരു സത്യത്തെ അള്ളാഹു ചേർത്ത് വെക്കുന്നു. ഇനി ആയത്തിന് ശേഷം അള്ളാഹു പറയാണ്, ഇനി അവര് നിന്നോട് തർക്കിച്ചാൽ, എന്നോട് വല്ലതിനെയും പങ്കു ചേർക്കാൻ പറഞ്ഞാല്, മാലൈസലക ബിഹി ഇൽമുൻ, അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ അറിവില്ലാതെ നിനക്കതിൽ ഒരു അറിവുമില്ലാത്ത ആ വിഷയത്തെ കുറിച്ച് അവർ നിന്നോട് തർക്കിച്ചാൽ, ഫലാ തുതിഉഹുമാ, അതിൽ മാത്രം നീ അവരെ വഴിപ്പെടരുത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, എല്ലാ നന്മ കൊണ്ടും നീ അവരോട് സഹവർത്തിക്കണം. അപ്പോ നാം ഈ പറഞ്ഞു വെച്ചൊരു വിഷയത്തെ ഈ രണ്ടാമത്തെ ആയത്തില് അള്ളാഹു എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്?
ദൈവത്തിന് സമന്മാരെ ചേർക്കുന്ന മാതാപിതാക്കളുടെ മക്കള്, അല്ലെങ്കിൽ ശിർക്ക് പുലർത്തുന്ന വ്യക്തികളുടെ മക്കള്, അവര് അവരുടെ അമ്മയോടും അച്ഛനോടും ഉപ്പയോടും ഉമ്മയോടും മുറിയാത്ത ബന്ധം നിലനിർത്തണമെന്ന് അള്ളാഹുവിൽ പഠിപ്പിക്കുക. മുറിയാത്ത ബന്ധം. നമുക്കിപ്പോഴും പടച്ചോന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാല് അതെന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ബോധ്യപ്പെടുന്ന അവതരണം പലപ്പോഴും നമ്മൾ നടത്തണമില്ല. നമ്മൾ മതം ജാതിയും പറയാണ് ചെയ്യുന്നത്. മതം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ മതത്തിൽ ഇങ്ങനെ ഉണ്ട്, ഞങ്ങളെ മതത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താണ് ഈ ഞങ്ങളുടേത്? സുഹൃത്തുക്കളെ, അള്ളാഹു ഇവിടെ നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യ കുടുംബത്തെയാണ് അള്ളാഹു സംബോധന ചെയ്യുന്നത്. വൈൻ ജാഹദാക്ക അലാൻ തുഷിരിക്ക ബി എന്നുള്ള ആ വാക്കിനെ നമ്മുടെ ഭൂമികയിൽ കൊണ്ടുപോയിട്ട് ആ വാക്കിനൊന്ന് വെച്ചു നോക്കിയാട്ടെ, ആരോടെ കരപ്പത് പറഞ്ഞത്? നമ്മൾ അങ്ങനെ ചിന്തിക്കണല്ലോ. ഈ ആയത്ത് ഓതുമ്പോഴ് നമ്മുടെ മാതാപിതാക്കള് അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവിന്റെ സമന്മാരെ ചേർക്കാൻ പഠിപ്പിക്കുന്നവരാണോ? നമ്മളോട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉപദേശിക്കുന്നവരാണോ? അപ്പൊ പിന്നെ ഈ ആയത്ത് എവിടെയാണ് അള്ളാഹു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആരോടാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ ഈ വചനത്തിന്റെ ഉള്ളിലുള്ള മാനവികതയും മനുഷ്യത്വവും എത്രമാത്രം മൂർത്തമാണ്. നമ്മുടെ നാടിൻ പരിസരങ്ങളിൽ എല്ലാം തന്നെ അകപ്പെട്ടു പോയ, നാം മുമ്പ് പറഞ്ഞതുപോലെയുള്ള അമ്മമാരുടെ ഉമ്മമാരുടെ ദുരന്തങ്ങളെ പരിഹരിക്കാൻ മനുഷ്യൻ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നുള്ളത് ഇതിലില്ലേ? ഇതാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത്. അത് കുറെ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കിയാല് സാധ്യമാകുന്ന ഒന്നാണോ? നമ്മള് കുറെ ഇത്തരത്തിലുള്ള ഓൾഡ് ഹോമുകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് നമ്മൾ. ഈ അനാഥ മക്കൾക്ക് വേണ്ടി ഒരു കാലത്ത് നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടായതുപോലെയാണ് ഇന്ന് ഈ വൃദ്ധരായ ജനങ്ങളെ പാർപ്പിക്കാനുള്ള പാർപ്പിടങ്ങൾ നമ്മളിങ്ങനെ എല്ലായിടങ്ങളിലും ഇങ്ങനെ കൂന് പോലെ ഇങ്ങനെ മുളച്ചു പൊന്തുന്നു. ഇതിനെല്ലാം അടിസ്ഥാന കാരണം അള്ളാഹു പഠിപ്പിക്കുകയാണ്. നമ്മള് വളരെ വിശാലമായിട്ടാണ് ആ വിഷയം പറഞ്ഞു പോയത്. ഒരു ചെറിയൊരു ആയത്താണ്. ആ ആയത്തിന് നമ്മൾ 1 മണിക്കൂർ ഇരുന്ന് നമ്മൾ പറഞ്ഞു. ഖുർആനില് ആ മരണാനന്തര ജീവിതത്തെ കുറിച്ച് മാത്രം വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ജീവിക്കുന്ന കാലത്തോളം അതിങ്ങനെ പറഞ്ഞു പോകാനുണ്ടാവും. ഈ ആയത്ത് എവിടെയാണ് അള്ളാഹു വെക്കാൻ ആഗ്രഹിക്കുന്നത്? ആരോട് പറയുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്? വൈൻ ജാഹദാക അലാൻ തുശ്രിക ബി, ആരോടാണ് തർക്കിക്കുന്നത്? ആരോടാണ് അള്ളാഹു അപ്പോൾ ഈ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഏതായാലും നമ്മൾ പരാജയപ്പെട്ടു പോയൊരു സമൂഹമാണ്. നമുക്ക് ഒരു മനുഷ്യ കുടുംബത്തിന്റെ നന്മയോ ഇത്തരത്തിൽ വിലപിക്കുന്ന മാതാപിതാക്കളുടെ അങ്ങനൊരു അവസ്ഥക്ക് കാരണമായ വിഷയങ്ങളോ തേടാൻ, അതിനെ കണ്ടെത്തി സമൂഹത്തെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കാനോ നമുക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നിർബന്ധ ബാധ്യതയായിരുന്നെങ്കിലും ആണെങ്കിലും അത് നമുക്ക് വേണ്ട പോലെ അള്ളാഹു നമ്മിൽ നിന്ന് ഇച്ഛിക്കുന്നത് പോലെ അത്
അവതരിപ്പിക്കാനോ പറയാനോ മനുഷ്യരുടെ ഇത്തരം വേദനകളിൽ നിന്ന് അവരെ രക്ഷിക്കാനോ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അത് നമ്മുടെ മാത്രം പിഴവായി നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ അത് നമ്മളെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നമുക്കെല്ലാം തന്നെ അള്ളാഹു പുറത്തിരട്ടെ എന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയെല്ലാം വേദനിക്കുന്ന ആളുകൾ അവരുടെ കുടുംബ പ്രശ്നമല്ലേ എന്നെല്ലാം നമ്മൾ വിചാരിക്കും. അവരുടെ കുടുംബ പ്രശ്നമൊന്നുമല്ല. ഭൂമിയിൽ ഒരു തവാസുനിൽ മുജ്തമഅ ഉണ്ടാക്കേണ്ടത് നമ്മളെ ബാധ്യത. ഇതിനൊരു താളം വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാന്റെ അമ്പിയാക്കന്മാരിലും ഭൂമിയിൽ വന്നത്? നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുരക്ഷിതരായത് നമ്മില് ആ ഒരു ബോധം നിൽക്കുന്നത് കൊണ്ടല്ലേ? പടച്ചോനെ, എന്റെ റബ്ബിനെ ചോദ്യം ചെയ്യോലോ. നാളെ ഇതിന്റെ പേരിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയമാകുമല്ലോ എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ മാതാവിന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായിട്ട് നിൽക്കുന്നത്. ആ പാഠം അള്ളാഹു നമുക്ക് പകരുന്ന ഒന്നല്ല, അത് മനുഷ്യ കുടുംബത്തിന് പകരുന്നതാണല്ലോ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിരന്തരമുള്ള ക്യാമ്പയിൻ നടത്തണം മനുഷ്യർക്ക്. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, ഒരു സമൂഹത്തിന്റെ സുരക്ഷക്ക്, നല്ല സമൂഹത്തിന്റെ ഉയിർക്കൊള്ളലിന്, സുരക്ഷിതരായ മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വം മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടതിന് എല്ലാം ഈ വിഷയം നമ്മൾ നന്നായി പറഞ്ഞ് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എനിക്കിന്ന് പിന്നെ സുഖമില്ല. അപ്പോ അള്ളാഹു നമുക്കെല്ലാം അള്ളാഹു പുറത്തിരട്ടെ. നന്നായി ചിന്തിക്കുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച അള്ളാഹു തൗഫീഖ് ചെയ്താൽ ബിഇദ്നില്ലാഹ് നമുക്ക് പറയാം, അല്ലേ?